നമുക്ക് ഇന്ന് രണ്ട് ചെടിയെ പരിചയപ്പെടാം. ഒന്ന് മണി പ്ലാന്റ്, മറ്റൊന്ന് ലക്കി ബാമ്പു. ഇത് രണ്ടും വളരെ എളുപ്പത്തിൽ നട്ട് വേര് പിടിപ്പിച്ച് നല്ലോണം വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് വെള്ളത്തിലും വളരും, മണ്ണിലും വളരും. നിലത്ത് നടുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും. ചട്ടിയിൽ നടുകയാണെങ്കിൽ കുറച്ച് വളം ആവശ്യമാണ്. കാരണം ചട്ടിയിലധികം മണ്ണ് നമ്മൾ ഇടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് ചാണപ്പൊടി, ചകിരിച്ചോറ്, എല്ലുപൊടി, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഏത് വളം വേണമെങ്കിലും മണല് എല്ലാം മിക്സ് ചെയ്ത് ചട്ടി നിറച്ച് വേണമെങ്കിൽ നടാം. അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ അതറിയാൻ പറ്റും. നിലത്താണെങ്കിൽ വളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് മണ്ണും വെള്ളവും മാത്രമായാൽ അത് വളർന്ന് പോകും. ഇത് വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒന്നും നശിച്ചു പോവില്ല. ഞാൻ വളരെ കാലം കൂടിയിട്ട് ഇത് രണ്ട് ചെടിയും നട്ടുകൊണ്ടുവരുന്നതാണ്. ഞാൻ വേറെ വളമൊന്നും ചേർക്കാറില്ല, ചാണപ്പൊടി മാത്രം ചേർക്കുള്ളൂ. പിന്നെ ഒരുപാട് ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിലും ചട്ടികളും ഇത്തിരി ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇത് കാണണം. നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. നിങ്ങൾക്കിത് വളർത്തിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞ് നമുക്കത് കാണാനും ഭംഗിയാണ്. ഒരു പൈസയും ചിലവില്ലാത്തതാണ്. ഒരു തണ്ട് നമുക്ക് കിട്ടിയാൽ മതി, പിന്നെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ വളം ചേർത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്കൊന്നും ഇതിന് വളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളർച്ച കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുട്ടത്തൊണ്ടോ വേറെ എന്തെങ്കിലും വളമോ അതിനൊക്കെ ഇട്ട് കൊടുക്കാം കുറേ നാളിന് ശേഷം. അപ്പം ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം കാണാനായിട്ട്, എങ്കിലേ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ തെക്ക് കിഴക്ക് ഭാഗത്താണ് മണി പ്ലാന്റും ലക്കി ബാമ്പുവും നടുന്ന സ്ഥലമെന്നാണ് പലരും പറയുന്നത്. അത് നമുക്ക് നല്ല ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ അവിടെ തന്നെയാണ് നട്ടിരിക്കുന്നത്.